ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 7 സെൻറ്റ് സ്ഥലവും 3100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ 1,75 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഈ വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിഡ്ത്ത് ലെങ്ത് നോക്കാം. പഞ്ചായത്തിൻ്റെ 6 മീറ്റർ ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. കൂടാതെ നമുക്ക് മതിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള മതിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല LED ലൈറ്റുകളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന നല്ല ഡിസൈനിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗാർഡൻ പാർക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് 3-4 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേഡായിട്ടുള്ള കാർ പോർച്ച്, നമുക്ക് കവേഡായിട്ടുള്ള കാർ പോർച്ചിൽ 2 വണ്ടി ഈസിയായി നിൽക്കാം. SUV വലിയ വാഹനം 2 നിൽക്കാവുന്ന രീതിയിലാണ്. കൂടാതെ നമുക്ക് മൊത്തം 4ഓളം വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള ഒരു കിണർ സംവിധാനവും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല L ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. അത് ഇവിടെ നമുക്ക് വലിയൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ രീതിയിൽ സൈഡിൽ നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകളൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട്, നമുക്ക് എൻട്രിക്കുള്ള സിറ്റ് ഔട്ട് ഇവിടെ വരുന്നുണ്ട്. ഡോറ് വരുന്നത് നല്ല ഡബിൾ പാളിയെടുത്തിരുന്ന നല്ല ഡിസൈനോട് കൂടിയ നല്ല വിഡ്ത്തിലായിട്ടുള്ള ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. വീടിൻ്റെ നമുക്ക് ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. അതിൻ്റെ സൈഡിൽ നല്ല രീതിയിലുള്ള ഗ്ലാസ് വിൻഡോസൊക്കെ നമുക്ക് വരുന്നുണ്ട്. വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഫാൽസീലും വർക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ലിവിങ് സ്പേസിന് നമുക്ക് ഡബിൾ ഹൈറ്റാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും നേരെ പോകുന്ന വേറെ 2 ലിവിങ് സ്പേസാണ് ഈ വീടിനായിട്ട് വരുന്നത്. ഇവിടെയും നല്ല രീതിയിലുള്ള സെറ്റൊക്കെ ഇട്ട് TV ഒക്കെ കാണാവുന്ന രീതിയിൽ നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും നമുക്ക് ഈ ലിവിങ് സ്പേസിലും വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ സൈഡിൽ നമുക്ക് നല്ല രീതിയിലൊരു വാഷ് ബേസിൻ കൗണ്ടറും നല്ല ഡിസൈനോട് തീർത്ത വാഷ് ബേസിൻ കൗണ്ടറും വരുന്നുണ്ട്. നമുക്ക് വാഷ് ബേസിൻ വരുന്നത് ജാഗ്വാറിൻ്റെ ആണ്. കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ കിടക്കുന്ന എൻട്രിയിൽ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിനകത്തും നല്ല രീതിയിലുള്ള 3 തട്ടുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്കിവിടെ ഈ കിച്ചണായിട്ട് വരുന്നുണ്ട്. കിച്ചൺ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് വീടിന് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നമുക്കിവിടെ വരുന്നത്. കബോർഡ് വർക്കുകൾ വാൾഡ്രോബ്സുകൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ഫുൾ ലെങ്ത്തിൽ നമുക്കിവിടെ കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ ഈ ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നത്. കബോർഡിൻ്റെ സൈഡിലാണ് നമുക്കിവിടെ ബാത്റൂം സെപ്പറേഷനായിട്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയയൊക്കെ സെപ്പറേഷൻ വരുന്നുണ്ട്. നമുക്ക് ഫിറ്റിങ്സൊക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. താഴെ നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് 2 ബെഡ്റൂമാണ്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വാൾഡ്രോബ്സിനൊക്കെ കണ്ടാൽ തന്നെ അറിയാം സൈഡിലേക്ക് ഒതുക്കിയാണ് വാൾഡ്രോബ്സുകളൊക്കെ നമുക്ക് വരുന്നത്. കൂടാതെ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂം. 2 ബാത്റൂം താഴെയുള്ളത് നല്ല വലിപ്പമുള്ള രീതിയിലാണ് നൽകിയത്. ഫിറ്റിങ്സൊക്കെ നമുക്ക് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് കൺസീൽഡ് ക്ലോസറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിനും നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് ഒക്കെയാണ് നമ്മൾ സ്റ്റെപ്പിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് നല്ല വുഡിൻ്റെ പാലിലൊക്കെ ചെയ്തിട്ട് നല്ല ടഫ്ലും ഗ്ലാസ്സുകളൊക്കെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ വരുന്നത്. അവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള
ടി വി യൂണിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും അപ്പർ ലിവിംഗ് ഏരിയയിലും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിലെ 2 ബെഡ്റൂമാണ് ഈ വീടിനായിട്ട് വരുന്നത്. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് മുകളിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല സ്റ്റെപ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ വരുന്നത്. കൺസീൽഡ് ക്ലോസറ്റും നമുക്കിവിടെ വരുന്നുണ്ട്. സൈഡിൽ നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. 4 ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് നമുക്ക് വരുന്നത്. ജാഗ്വാറിൻ്റെയാണ് ഫിറ്റിങ്സ്. കൺസീൽഡ് ക്ലോസറ്റൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു വാഷ് ബേസിനും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട്. കളമശ്ശേരിക്ക് വളരെ അടുത്ത് 7 സെൻറ്റ് സ്ഥലവും 3100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,75,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.